ദേവം നിങ്ങളെ ഞങ്ങളറിയിച്ചതിനെതിരായി വേറൊരുവൻ വന്നറിയിച്ച മാനവനെങ്കിലും മാതൂതൻ താനേൽക്കും സഭയിൽ ശാപം പലതരം ഉപദേശങ്ങളോ ആരിൽ മുളച്ചു പലർക്കുന്നു ദൈവത്തിൽ ഉപദേശം പരിശുദ്ധനായ പൗലോസ്ലീഹ എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും പാറയ്ക്കുമോ ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു. അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. അവനവന്റെ തേജസ്സിന്റെ പ്രഭയും തൃത്വത്തിന്റെ മുദ്രയും സകലത്തെയും നല്ല ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനുമാകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്ത് ഭാഗത്തിരിക്കുകയും അവൻ ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായതിന് ഒത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു. നീ എൻ്റെ പുത്രൻ, ഞാൻ ഇന്ന് നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നും ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനായിരിക്കുമെന്ന് ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും അരുളി ചെയ്തിട്ടുണ്ടോ? ആദ്യജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണം എന്ന് താൻ അരുളി ചെയ്യുന്നു. അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരും അഗ്നിജ്വാല Let's give heedless to the gospel and words of God and the holy name of our Lord Jesus Christ, that is read to us. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. പ്രഖ്യാപനമായ നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധ ഏവൻഗേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും ഘോഷിക്കുന്ന വിശുദ്ധ ലൂക്കോസ് ഏവൻഗേലിയോസ് എഴുതിയ സുവിശേഷത്തിൽ നിന്നും കന്യകമറിയാമിൻ ശരീരം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും നമ്മുടെ ദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുമിശിഹായുടെ മനുഷ്യാവതാര കാലത്ത് ഇവ ഇപ്രകാരം സംഭവിച്ചു. ആ കാലത്ത് അഗസ്തുസ് കൈസറിൽ നിന്ന് തന്റെ ആധിപത്യത്തിൽപ്പെട്ട ജനമെല്ലാം പേർ വഴി ചാർത്തപ്പെടണമെന്നൊരു കൽപ്പനയുണ്ടായി. കൂറിനോസ് സുറിയായിൽ നാടുവാഴിയായിരിക്കുമ്പോൾ ഇത് ആദ്യത്തെ പേർ വഴി ചാർത്തലായിരുന്നു. പട്ടണത്തിൽ വെച്ച് പേർ വഴി ചാർത്തപ്പെടുവാനായി എല്ലാവരും പോയിക്കൊണ്ടിരുന്നു. യൗസേപ്പും ദാവീദിന്റെ ഗോത്രത്തിലും കുടുംബത്തിലും ഉൾപ്പെട്ടവനായിരുന്നതുകൊണ്ട് യഹൂദ്യയിൽ ദാവീദിന്റെ ബേത്ലഹേം എന്ന് വിളിക്കപ്പെട്ടിരിക്കുന്ന പട്ടണത്തിലേക്ക് ഗലീലായിലെ നസ്രയത്ത് പട്ടണത്തിൽ നിന്ന് തനിക്കായി വിവാഹം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഗർഭിണിയായ മറിയാമിനോടുകൂടെ പേർ വഴി ചാർത്തുവാനായി പോയി. അവർ അവിടെ പാർക്കുമ്പോൾ അവൾക്ക് പ്രസവകാലം വന്നു. അപ്പോൾ അവൻ തന്റെ ആദ്യപുത്രനെ പ്രസവിക്കുകയും അവർ പാർത്തിരുന്നയിടത്ത് സ്ഥലമില്ലാതിരുന്നത് കൊണ്ട് കുട്ടിയെ വസ്ത്രങ്ങൾ പുതപ്പിച്ച് ഒരു പുൽക്കുടിലിൽ കിടത്തുകയും ചെയ്തു. അവർ പാർത്തിരുന്ന സ്ഥലത്ത് ഈ രാത്രിയാമങ്ങളിൽ തങ്ങളുടെ ആട്ടിൻകൂട്ടങ്ങളെ കാത്തുകൊണ്ടിരുന്ന ആട്ടിടയന്മാരുണ്ടായിരുന്നു. ദൈവത്തിന്റെ മാലാഖ അപ്പോൾ അവരുടെ അടുക്കൽ ചെന്ന് കർത്താവിന്റെ തേജസ് അവരുടെ മേൽ ശോഭിച്ചു.
അവർ വളരെ ഭയപ്പെടുകയും ചെയ്തു. മാലാഖ അവരോട്, നിങ്ങൾ ഭയപ്പെടേണ്ട, സർവ്വലോകത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. മശിഹാ കർത്താവ് എന്ന രക്ഷിതാവ് നിങ്ങൾക്കായി ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ഇത് അടയാളം. വസ്ത്രങ്ങൾ പുതപ്പിച്ച് ഒരു പുൽക്കോട്ടിൽ കിടത്തിയിരിക്കുന്ന ശിശുവിനെ നിങ്ങൾ കാണും. സ്തുതി ദൈവത്തിനു ധരണിയതിൽ ശാന്തി നല്ലൊരു ശരണം നരലോകർക്കും ഉളവാകാൻ സ്തുതി ദൈവത്തിനു നല്ലൊരു ശരണം നരലോകർക്കും ഉളവാകാൻ സ്തുതി ദൈവത്തിനു ധരണിയതിൽ നല്ലൊരു ശരണം